നമസ്കാരം. നിങ്ങളാണോ മീര? ഹലോ, ഹായ്. സുഖായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു. നീയോ? ഒരു കുഴപ്പമില്ല, ഞാനും നന്നായിരിക്കുന്നു. നിനക്കറിയോ, ആ സർദാർജിയുടെ കടയിൽ നല്ല സാരികൾ വന്നിട്ടുണ്ട്. A1 ക്ലാസിന്റെ നല്ല ഡിസ്കൗണ്ടും ഉണ്ട്. ആഹാ, അത് കൊള്ളാലോ. ആ, നീ ചെല്ല്, വേഗം ചെന്ന് വാങ്ങിച്ചോ. ഞാൻ കുറെ നല്ല സാരികൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതെ, ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണമല്ല കുറെ എണ്ണം വാങ്ങിച്ചോണ്ട് വന്നു. അത് കൊള്ളാലോ. നിനക്ക് ഭയങ്കര സന്തോഷാണല്ലോ. എടി, വില 50% ഉള്ളൂ, പക്ഷെ ബെസ്റ്റ് ക്വാളിറ്റിയാ. 50% ഡിസ്കൗണ്ട്? യെസ്. ശരി, എന്നാ ഇന്ന് വൈകിട്ട് ഞാനും ഒന്ന് പോട്ടെ. നീ എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തേ? ശരി. ഓക്കെ, ശരി എന്നാ. ബൈ. നമസ്കാരം. നിങ്ങളാണോ മീര? അതെ, പറയൂ, എന്താ വേണ്ട നിങ്ങൾക്ക്? ഗുപ്ത സാർ എന്നെ ഇങ്ങോട്ട് അയച്ചേ. നിങ്ങൾക്കൊരു വാടകക്കാരന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ വീട് വേക്കന്റ് ആയിട്ടുണ്ടോ? വരൂ, അകത്തേക്ക് കയറി വരൂ. ഓക്കെ. നിങ്ങളുടെ വീട് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതിനേക്കാളും അടിപൊളിയായിട്ടുള്ളത് നിങ്ങളുടെ അകത്തുള്ള റൂമാ. താങ്ക് യു സോ മച്ച്. അല്ല, ഇതിന്റെ വാടക എത്രയാവുമെന്ന് പറയോ? നീ തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നു. എന്ത്? ഞാൻ ഉദ്ദേശിച്ചത് ഈ വീടിന് വാടക 5000 ആണ്. പക്ഷെ നിങ്ങൾ 4000 തന്നാ മതി. അതെയോ? താങ്ക്സ് ആന്റി. എന്താ നീ പറഞ്ഞത്? ആന്റിന്നോ? നിനക്ക് എന്നെ കണ്ടിട്ട് ആന്റിയാന്ന് തോന്നുന്നുണ്ടോ? നിന്നേക്കാൾ ഇത്തിരി പ്രായം കൂടുതലുണ്ടാവും. ഈയിടെ കുറച്ച് തടിക്കുകയും ചെയ്തു. ഇതുവരെ എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ആന്റി അല്ല. ഞാൻ ഇത്തിരി മേക്കപ്പ് ഇട്ടാലുണ്ടല്ലോ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ തോറ്റു മാറി നിൽക്കും. ഇനി എന്നെ ആന്റിന്ന് വിളിച്ചു പോകരുത്. പിന്നെ ഞാൻ എന്ത് വിളിക്കാനാ? നീ എന്നെ മീനാന്ന് വിളിച്ചു. ഓക്കെ മീന മാഡം, എന്നാ ഇന്ന് തന്നെ ഞാൻ എന്റെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തോട്ടെ. അതെന്തിനാ ഇന്നാക്കുന്നേ? ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്തോ? എന്നാ പിന്നെ ഞാൻ എന്റെ സാധനങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ശരി എന്നാ. അല്ല മീന മാഡം, നിങ്ങളിപ്പോ വന്നു? അയ്യോ സോറി. ഞാൻ നിനക്ക് വേണ്ടി ചായ എടുത്തോണ്ട് വന്നതാ. നീ നല്ല ക്ഷീണിച്ചല്ലേ വന്നത്? താങ്ക് യു മീന മാഡം, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും കെയർ എടുത്തതിന്. അതൊക്കെ പോട്ടെ, നീ എന്താ ചെയ്യുന്നേ? മീന മാം, ഞാനൊരു ആക്ടറാ. ചാൻസ് വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് നോക്കുക. പക്ഷെ എന്റെ ചെലവുകൾ നോക്കാൻ വേണ്ടി ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഓ ഗുഡ്. താങ്ക്സ്. നിന്നെ കാണാൻ ഒരു ഹീറോ ലുക്ക് ഒക്കെ ഉണ്ട്. ബോഡി നല്ല സ്ലിം ആക്കി വെച്ചിട്ടുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് മീന മാം. ഒരു മിനിറ്റ്.
ഈ സ്വപ്നം എന്നാണോ സത്യാവുക? അവനെ ഞാൻ എന്നെങ്കിലും ഒരിക്കൽ എന്റെ സ്വന്തമാക്കിയേ തീരും. ആഹാ, നീ വന്നോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു മിനിറ്റ് അവിടെ ഇരിക്കേ. ദ സ്പെഷ്യൽ കോഫി നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. വേണ്ട മീര മാം, ഇന്ന് കോഫി കുടിക്കാനുള്ള മൂഡില്ല. അതെന്താ മൂടില്ലാത്ത? ഞാൻ എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കിയതാ. പ്ലീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. മീര മാം പ്ലീസ്. പ്ലീസ് ഒരു തവണ ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. മീര മാം ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? 1 സെക്കൻഡ്. ആഹാ അഭിഷേക്, നീ എന്തോ ടെൻഷനിലാണല്ലോ. ഇരിക്കും. ഒന്നുമില്ല. എന്ത് പറയാനാ? എന്തു പറ്റി? ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടായോ? ഓഫീസില് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ മാസം സാലറി ലേറ്റ് ആവും. ആൻഡ് ബോസ് പറയാ 15 ദിവസം ലേറ്റ് ആവുന്നു. ഇപ്പോ നിങ്ങൾക്കും റെന്റ് തരണം, വീട്ടിലേക്കും കുറച്ച് കാശ് അയക്കണം. ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ല മീര മാം. ഇത്രയുള്ള കാര്യം ഇതിലിത്ര ടെൻഷൻ ആവാൻ എന്താ ഉള്ളേ? നീ ഇവിടുന്ന് ഓടിപ്പോവൊന്നുമില്ലല്ലോ. റെന്റൊക്കെ പിന്നെ തന്നാ മതി. അതല്ല മീര മാം, അത് ശരിയാവില്ല. എന്നാലും ശരി, നീ ടെൻഷൻ ആവണ്ട. ഒരു കാര്യം ചെയ്യ്, ഈ മാസത്തെ റെന്റും അടുത്ത മാസത്തെ റെന്റും ഒരുമിച്ച് തന്നാ മതി. അടുത്ത മാസം. മീര മാം, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇതുകൊണ്ടല്ലേ നിങ്ങളുടെ ചെലവുകളൊക്കെ നടക്കുന്നത്? അതൊക്കെ ശരി തന്നെയാ. ബട്ട് നിനക്കൊരു ഫേവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിന്റെ റെന്റ് പോലും ഞാൻ വേണ്ടെന്ന് വെക്കും. പറഞ്ഞോളൂ മീര മാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. നീ എന്റെ കുറച്ച് ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണം. അതിൽ നിനക്കും പ്രയോജനമുണ്ട്, എനിക്കുണ്ട്. മീര മാം, എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മീര മാം, ഇത് ശരിയല്ല. അതൊക്കെ ശരി തന്നെയാ. നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പക്ഷേ മീര മാം, ഇനി ഇങ്ങനെ ചെയ്തു പോകരുത്. അമ്മേ, നാളത്തേക്ക് ഞാൻ പൈസ അയക്കാം. എങ്ങനെയെങ്കിലും ഞാൻ കാശ് അറേഞ്ച് ചെയ്യാന്നേ. ശരി, അമ്മ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല, നിങ്ങളോ എന്തെങ്കിലും വേണമായിരുന്നോ? വേണ്ട, അമ്മയുമായിട്ട് സംസാരിക്കായിരുന്നു. അതെ, എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതാ. പിന്നെ ഞാൻ സമ്പാദിക്കുന്നതെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ ചെലവാവും. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അവർക്ക് പൈസ കൊടുത്തിട്ട് എന്റെ ചെലവ് എങ്ങനെ നടത്താനെന്നാ. നീ അതൊന്നും ഓർത്തൊട്ടും വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു ദിവസം എല്ലാ പ്രശ്നങ്ങളും തീരും. എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരുന്നു.
പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട മീര മാം. ഞാൻ എങ്ങനെയെങ്കിലും കാശ് അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ റെന്റ് ഇട്ട് തരാം. ഏയ് അതൊന്നും വേണ്ട, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പൈസ അറേഞ്ച് ചെയ്ത് അയച്ചു കൊടുക്ക്. റെന്റൊക്കെ പിന്നെ തന്നാ മതി. അഭിഷേക്, നീ വളരെ നല്ല മനുഷ്യനാ. നിനക്കാരുടെയും സ്നേഹത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മീര മാം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർത്തിയാക്കാം അഭിഷേക്. മീര മാം, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാ. അഭിഷേക്, എല്ലാം ശരിയാണ്, ഒന്ന് മനസ്സിലാക്ക്. മീര മാം, എന്താ ഇതൊക്കെ? ഇന്നലെ രാത്രി നടന്നതൊക്കെ നീ മറന്നോ? അത് വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. അറിയാതെ തെറ്റ് സംഭവിച്ചതാ. ഇനി ഇങ്ങനെയൊന്നും നടക്കില്ല. ഒരു തെറ്റും നടന്നിട്ടില്ല. നടന്നതൊക്കെ നമ്മുടെ സമ്മതത്തോടെ തന്നെയാ നടന്നത്. ഞാൻ അതിൽ വളരെ സന്തോഷവതിയാ. ഇനിയും എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്റെ റെന്റ് വേണ്ടെന്നങ്ങ് വെച്ചേക്കുന്നു. ഇനി ഇങ്ങനെ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അഭിഷേക്, ആര്? ഹായ് സർ, ഐ എം റോസി, നിങ്ങളുടെ ന്യൂ ഇന്റേൺ. ഓ യെസ്, വന്നോളൂ, വരൂ. ഓക്കെ. പ്ലീസ് ഇരുന്നോളൂ. പിന്നെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. നോക്ക്, അടുത്ത 15 ദിവസത്തേക്ക് നിനക്ക് ട്രെയിനിങ് ഉണ്ട്. നിനക്കറിയാലോ, എനിക്ക് ഓഫീസിൽ ഒരുപാട് പണിയാ ഉള്ളത്. പുറത്തുള്ള ആൾക്കാർക്ക് പഠിപ്പിക്കാൻ എനിക്ക് സമയമില്ല. സോ ഡെയിലി നീ ഈ സമയം എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരാം. ഓക്കെ? ഓക്കെ സർ. സാറല്ല, വെറും അഭിഷേക്. ഓക്കെ അഭിഷേക്. ചായയാണോ കോഫിയാണോ? കോഫി. ഓക്കെ, ഞാനിപ്പോൾ കൊണ്ടുവരാം. ഇതാ നിങ്ങളുടെ കോഫി. താങ്ക് യു സോ മച്ച്.
മോതിരം ആരുടെയാ? റോസി, കുറെ നാളുകൊണ്ട് കാര്യം പറയണമെന്നിരിക്കുക. നീ പെർമിഷൻ തരുമെങ്കിൽ ഞാനത് പറയട്ടെ. ഓഫ് കോഴ്സ്, പറയൂ. റോസി, വിൽ യു മാരി മീ? മാരി? ശരി. ശരിക്കും? താങ്ക് യു റോസി. നീ ഇതെന്താ നേരത്തെ പറയാതിരുന്നേ? പറയാനുള്ള ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ടാ. ഇത് ഞാൻ നിനക്ക് ഇട്ട് തരട്ടെ? താങ്ക് യു. അഭിഷേക്, നീ എന്നോടിത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ, ഞാൻ എവിടെ വേണേലും വരും. അന്ന് രാത്രി സംഭവിച്ചതിൽ എന്റെയും വലിയൊരു തെറ്റുണ്ട്. ഈ തെറ്റ് ഞാൻ ഭാവിയിൽ ആവർത്തിക്കില്ല. എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്താ സ്വപ്നം കാണുന്നതെന്ന്. നീ ആ പിശാചിനെ കല്യാണം കഴിക്കാൻ പോവാണല്ലേ? ഞാൻ എല്ലാം കണ്ടതാ. പക്ഷെ നിന്റെ ഈ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ അവളോട് എല്ലാം തുറന്നു പറയും. അന്ന് രാത്രി നീ എന്റെ കൂടെ എന്തൊക്കെയാ ചെയ്തെന്ന്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യേ. ഞാൻ കല്യാണം കഴിച്ച അത് അവളെ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഹലോ, നീ റോസിയാണല്ലേ? അതെ, നിങ്ങളാരാ? അതൊക്കെ വിട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീ ഭ്രാന്ത് പിടിച്ച് പുറകെ നടക്കുന്ന ആ ചെറുക്കനുണ്ടല്ലോ, അവൻ 1-ാം നമ്പർ ചതിയനാണ്. അവൻ അവന്റെ ഹൗസ് ഓണറുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട്. പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഉറങ്ങാറുള്ളത്. സോ എന്തേലും ഒരു തീരുമാനം എടുക്കും മുമ്പ് ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. കേട്ടല്ലോ? എന്തു പറ്റി? ഇന്ന് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നെന്താ? നിന്റെ അഭിഷേക് സാർ എവിടെ? അവൻ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. ബൈ ദ വേ, ഈ ആൺകുട്ടികളുടെ ഒക്കെ ഒരു കാര്യമേ, ഒരു ഭാഗത്ത് എന്റെ കൂടെ രാത്രി കിടന്നുറങ്ങുന്നു, മറുഭാഗത്ത് നിന്നെ കല്യാണം കഴിക്കാന്ന് വാക്ക് തരുന്നു. നിങ്ങൾ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? അനാവശ്യമൊന്നുമല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. അവൻ എല്ലാ രാത്രിയും എന്റെ കൂടെ കിടക്കാറുള്ളത്. എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ടച്ച്, അവന്റെ കിസ്, ഓഫ്. ഷട്ട് അപ്പ്. എന്തു റോസി, നീ ഓക്കേ ആണോ? ആ ബേബി, ഞാൻ ഓക്കെ. ഞാൻ ഈ ആന്റിയോട് പറയായിരുന്നു ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്ന്. ആരൊക്കെ എന്ത് ചെയ്താലും പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും അകന്നു പോവില്ല, അല്ലേ? എനിക്ക് ആദ്യം മുതലേ നിന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിച്ചത്. എന്നിട്ട് റോസിയോടും പറഞ്ഞു നീ എങ്ങനെയാ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിന്റെ വലയിൽ കുരുക്കിയെന്ന്.
ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ഇത്രയും വൃത്തികെട്ട സ്ത്രീയാന്ന്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോ നീ നീ എന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടല്ലേ? അഭിഷേക്, ഞാൻ ഇതിന് നിന്നോട് പ്രതികാരം ചെയ്തിരിക്കും. പോലീസിന്റെ മുമ്പിലാണോ ഭീഷണിയൊക്കെ? വാ, ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം. ഇവളുടെ അഹങ്കാരം തീർത്തേക്കാം. വാ. വിട്. റോസി, നീ ഓക്കെ അല്ലേ? ആ,